ഇനിയോ സംസം വെള്ളത്തിൻ്റെ വിഷയം, അതിവിടെ ആദ്യം നിഷേധിച്ചതാരാ? ചേകനൂരല്ലേ? അതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ചേകനൂരിശത്തിലേക്ക് ഘട്ടം ഘട്ടമായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ പിന്നെ മാവു സംസം ലിമാ ശുരിബലഹു എന്ന് പറയുന്ന ഹദീസ് മാത്രമേ ഞങ്ങൾക്ക് കുഴപ്പമുള്ളൂ. പക്ഷേ ഷിഫാഉ സുഖ്മിൻ എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസും നിങ്ങൾ ദഈഫാണെന്ന് ശബാബിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമാണ് പറയുക, അത് നിങ്ങൾ കൃത്യമായിക്കൊണ്ട് പരിശോധിക്കാതെ കൃത്യമായിക്കൊണ്ട് ഇവിടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഇവർക്ക് എന്നാ ഇപ്പം ഇബ്നു ബാസിനോട് ഇത്ര സ്നേഹം കൂടിയത്, അതും കൂടി നമുക്ക് പരിശോധിക്കണമല്ലോ. മാവു സംസം ലിമാ ശുരിബലഹു എന്ന ഹദീസ് ദഈഫാണെന്ന് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടുത്ത ചോദ്യം 169 ചോദ്യം. ഇബ്നു ബാസ് പറഞ്ഞ് ഇത് മാത്രം ഞങ്ങൾ അംഗീകരിക്കുമോ അതല്ല ബാക്കിയുള്ളൊക്കെ അംഗീകരിക്കുമോ? എൻ്റെ അടുത്ത ചോദ്യമാണ്. ഇബ്നു ബാസ് ഈ ഹദീസിനെ പറ്റി പറഞ്ഞ് മാത്രം ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ബാക്കി ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് നിങ്ങൾ പറയണം. എൻ്റെ കയ്യിലുള്ളത് ഇബ്നു ബാസിൻ്റെ ഫത്വയാണ്, ലജ്നത്തു ദായിമയുടെ ഫത്വയാണ്. ഈ ഫത്വയിൽ ഇന്ന് ഞാൻ 2 ഫത്വ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അലിമദിന് പറയണം, ഇബ്നു ബാസ് സംസമിൻ്റെ വെള്ളത്തിനെ പറ്റി ദഈഫ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഇബ്നു ബാസിനെ വായിച്ചല്ലോ. എന്നാൽ ഇബ്നു ബാസ് എന്താണ് സിഹിറിൻ്റെ ഹദീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ഇബ്നു ബാസിൻ്റെ ആളല്ലേ? നിങ്ങളിപ്പോൾ വലിയ കൊണ്ടുവന്ന തെളിവെന്താ? ഇബ്നു ബാസ് പറഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. ആ ഹദീസിൻ്റെ സനദിൽ ദുഅഫുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മത്തിനെ നിഷേധിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇബ്നു ബാസിനോട് കൊണ്ടുവന്ന എന്തിനാ? നിങ്ങളുടെ ഒരു പൊള്ളയായ വാദം സ്ഥാപിക്കാൻ വേണ്ടി എവിടുന്നോ നെറ്റിൽ പരിശോധിച്ചപ്പം സനദുഹു ദുഅഫ് എന്ന് കണ്ടിട്ടുണ്ട്, അപ്പം ചാടി കൊത്തിയതാ. എന്നാലേ ഇത് നെറ്റിൽ നല്ല, ഇത് സാക്ഷാൽ കിതാബാണ്. സാക്ഷാൽ കിതാബ് ലജ്നത്തു ദായിമയുടെ ഫത്വയെന്ന് ഞാൻ വായിക്കണത്. അലിമദനി മറുപടി പറഞ്ഞു. ഇതിൻ്റെ 380 പേജിൽ കൃത്യമായിക്കൊണ്ട് സിഹിറിൻ്റെ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. ആരുടെ ചോദ്യം? നിങ്ങൾ ഉദ്ധരിച്ച സാക്ഷാൽ ഇബ്നു ബാസിനോട് തന്നെ. സിഹിറിൻ്റെ ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഹൽ സുഹിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹൽ നഫദ ഫീഹി സിഹ്റു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ തൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടോ? ഇതാണ് ശൈഖ് ഇബ്നു ബാസിനോട് ചോദ്യം. അപ്പം എന്താ ഇബ്നു ബാസ് പറഞ്ഞത്? വറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ബശരി ഫയജൂസു അൻ യുസീബഹു മാ യുസീബുൽ ബശറു മിനൽ ഔജാഇ വൽ അംറാദി വതഅദ്ദിൽ ഖൽഖി അലൈഹി വദുൽമിഹിം ഇയ്യാഹു കസായിരിൽ ബശരി ഇലാ അംസാലി ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനുണ്ടാകുന്ന വേദനയും രോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അടുക്കിൽ നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും ദുൽമുകളും എല്ലാം മറ്റുള്ള മനുഷ്യന്മാർക്കുണ്ടാകുന്നത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടാകും. മിമ്മാ യതഅല്ലഖു ബിഅദി ഉമൂരി ദുനിയ അല്ലതി ലം യുബഅഥ് ലിഅജ്ലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാനല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് മറ്റ് മനുഷ്യന്മാർക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. വലാ കാനത്തി റിസാലത്തു മിൻ അജ്ലിഹാ. ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറയാനല്ല അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിക്ക് റിസാലത്ത് കൊടുത്തത്. ഫഗൈറു ബഈദിൻ അൻ യുസാബ ബിമർദിൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിക്ക് രോഗമുണ്ടാകുക എന്നത് അത് അവിദൂരമായ കാര്യമല്ല. അവിഅ്തിദാഇ അഹദിൻ അലൈഹി ബിസിഹ്റിൻ. അതുപോലെ തന്നെ എന്തെങ്കിലും സിഹ്ർ കൊണ്ട് റസൂലുള്ളാഹിനെ മറ്റാരെങ്കിലും ഉപദ്രവിക്കുക എന്നതും അതും ബഈദായ കാര്യമല്ല, അസംഭവ്യമായ കാര്യമല്ല. എന്നിട്ട് വനഹവി യുഖയ്യലു ഇലൈഹി ബിസബബിഹി ഫി ഉമൂരി ദുനിയ. ദുനിയാവിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹിക്ക് ആ വിഷയത്തിൽ ചില തോന്നലുകൾ ഉണ്ടാവുക എന്നതും ബഈദായ കാര്യമല്ല. മാല ഹഖീഖത ലഹു, ഹഖീഖത്തല്ലാത്ത കാര്യത്തിൽ ഏതുപോലെ അന്നഹു വതിഅ സൗജാതഹു വഹുവ ലം യതിഹുന്ന. റസൂലുള്ളാഹി ഭാര്യമാരുമായി കൊണ്ട് ബന്ധപ്പെട്ടു എന്ന് തോന്നുക, ശരിക്കും ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. ഔ അന്നഹു യുഖവി അലവതഹിന്ന ഹത്താ ഇദാ ജാഅ ഇദാഹുന്ന. എന്നിട്ട് ഫത്തറ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ സമീപിക്കുമ്പോൾ അതിന് കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക. ഇതുപോലെ സിഹിർ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇതാര് പറഞ്ഞതാണ്? സാക്ഷാൽ ഇബ്നു ബാസ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ബാധിച്ച ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, വമൻ അൻകറ വഖൂഅ ദാലിക
فقد خالف الأدلة وإجماع الصحابة وسلف الأمة متشبها بشبه وأوهام لا أساس لها من الصحة فلا يعول عليها وقد بسط القول في ذلك العلامة ابن القيم في كتاب زاد المعاد والحافظ ابن حجر في فتح الباري. എന്താ പറഞ്ഞത്? ഇതാരെങ്കിലും നിഷേധിച്ചാൽ അലിമദനിയെപ്പോലെ, കരിമ്പിലാക്കലിനെ പോലെ, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെപ്പോലെ, അഥവാ ജാബിറമാനിയെപ്പോലെ ആരെങ്കിലും ഇത് നിഷേധിച്ചാൽ ഫഖദ് ഖാലഫൽ അദില്ല, അവൻ ഖുർആനിനോടും സുന്നത്തിനോടും എതിരും നിന്നവരാണ്, അവൻ ഖുർആനോടും സുന്നത്തിനോടും എതിര് കാണിച്ചവരാണ്. മാത്രമല്ല വൈജ്മാഅ സഹാബത്തി, റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് വിശ്വസിച്ചവരാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചു എന്ന് വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഇജ്മാഇനെതിരാണ്. വസലഫിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ സലഫിനുമെതിരാണ്. ആര്? മർക്കസ് ദഅവക്കാരെ പോലുള്ള ആൾക്കാർ. ഇതാര് പറഞ്ഞതാണ്? നിങ്ങളിവിടെ ഹാജരാക്കിയ സാക്ഷാൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. എൻ്റെ 170ാമത്തെ ചോദ്യം ഇതുപോലെ ഇബ്നു ബാസിന്റെ ഫത്വയിൽ നിന്ന് മാഉ സംസമിന്റെ ഹദീസ് ദഈഫാണ് നിങ്ങൾ വായിച്ചല്ലോ. അതുപോലെ ഈ ഫത്വയിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് ഇബ്നു ബാസ് പറഞ്ഞത് വായിക്കാൻ, അർത്ഥം പറയാൻ മർക്കസ് ദഅവക്കാരിൽപ്പെട്ട ആർക്കെങ്കിലും കഴിയുമോ? അതുകൊണ്ട് ഇബ്നു ബാസിന്റെ എന്തെങ്കിലും വാചകം പിടിച്ചിട്ട് കഴിച്ചിലാകാൻ നോക്കണ്ട.